ഉറപ്പു നൽകുകയാണ്. അടുത്ത അജണ്ടയിലേക്ക് കടക്കുന്നു. അജണ്ട 2 വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കുന്നു. അജണ്ട 3 വെൽഫെയർ ശുപാർശ അംഗീകരിക്കുന്നു. അജണ്ട 4 ഏറ്റവും കുറഞ്ഞ ടെൻഡർ അംഗീകരിക്കുന്നു. 5% മുകളിൽ ക്വാട്ട് ചെയ്ത പ്രവൃത്തികളിൽ നെഗോഷിയേഷൻ നടത്തി എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നു. അജണ്ട 5 ടെൻഡർ നടപടിക്രമങ്ങൾ അംഗീകരിക്കുകയാണ്. അജണ്ട 6 10% റീറ്റെയിൽ എമൗണ്ട് വർഷത്തേക്കുള്ള കരട് പദ്ധതി നിർദ്ദേശങ്ങൾ 19 വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വാർഡ് കമ്മിറ്റികളിൽ നിന്ന് വന്ന എല്ലാ നിർദ്ദേശങ്ങളും കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം വികസന സെമിനാറിലേക്ക് പോകുന്നതിന് മുമ്പ് കരട് പദ്ധതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്ന നമ്മുടെ പ്രാഥമിക ചുമതലയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ കൗൺസിലേക്ക് സമർപ്പിച്ചത്. അതിനകത്ത് ഏതെങ്കിലും വാർഡിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് കൊടുത്ത വല്ല നിർദ്ദേശങ്ങളും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് രേഖാപരം എഴുതി തന്നാൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. ബാക്കി വികസന സെമിനാറിന് ശേഷം അന്തിമമായ ചർച്ചയ്ക്ക് നമുക്ക് അന്തിമ പദ്ധതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാമെന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മേയർ ഇന്ന് അടിയന്തര കൗൺസിലാണ്. അടിയന്തര കൗൺസിലിനകത്ത് ഏകദേശം 8-9ഓളം അജണ്ടകളുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ലെഗസി വേസ്റ്റ് കഴിഞ്ഞ തവണ അജണ്ടയിൽ വന്ന് അത് മാറ്റിവെച്ച് അടുത്ത അജണ്ടയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ഈ പദ്ധതിക്ക് ഈ അജണ്ടക്കകത്ത് കാണുന്നില്ല. പ്രത്യേകിച്ച് അതെല്ലാം ഞാൻ കഴിഞ്ഞ തവണ കൗൺസിലിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതോടനുബന്ധിച്ച് ആ കമ്പനിയുടെ ബന്ധപ്പെട്ടവരുമായി നമ്മൾ സംസാരിച്ചു. ഏകദേശം ഒരു ധാരണയിലെത്തിയ കാര്യമാണ്. പക്ഷെ അത് കൗൺസിലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഏതോ ഒരു ഹൈപ്പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ അദൃശ്യമായ ഒരു ശക്തി എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കൗൺസിൽ അതിൻ്റെ ചർച്ച പോലും ചെയ്യാതെ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കോടിക്കണക്കിന് രൂപ കൗൺസിലിന് നഷ്ടം വരുന്ന രീതിയിലുള്ള നടപടികളുമായാണ് നിലവിലുള്ള എഗ്രിമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച് വീണ്ടും ഇപ്പോൾ 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസമാണ് വീണ്ടും കൗൺസിലിലേക്ക് വരുമ്പോൾ ഇത്രയും ഗൗരവമായ കണ്ണൂർ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ഇപ്പോഴും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ മുൻ മേയർ വളരെ ആത്മാർത്ഥതയോടുകൂടി എറണാകുളത്ത് അവിടെ നടന്ന എഗ്രിമെന്റ് ക്യാൻസലാക്കിയതും അവിടുത്തെ ബ്രഹ്മപുരത്തെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. ഇവിടെയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള എഗ്രിമെന്റ് എന്നുള്ള വിഷയം പറഞ്ഞു. അതോടനുബന്ധിച്ച് ബ്രഹ്മപുരത്തെ എന്താണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്ന് കഴിഞ്ഞ നമ്മുടെ കൗൺസിൽ ഗ്രൂപ്പിൽ വന്നതാണ്. അത് കാണുമ്പോഴെങ്കിലും നമ്മൾക്കിത് നടപ്പാക്കി തീർക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകണം. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ മുന്നോട്ട് പോവുകയാണ്. ശുപാർശ അംഗീകരിക്കുമ്പോൾ ശുപാർശ
അടുത്ത കൗൺസിൽ തീർച്ചയായും അടുത്ത കൗൺസിൽ ചർച്ച ചെയ്യും. അതോടെ ഉറപ്പ് നൽകിയാണ്. അടുത്ത അജണ്ടയിലേക്ക് കടക്കുന്നു. അജണ്ട 2 വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കുന്നു. അജണ്ട 3 വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കുന്നു. അജണ്ട 4 ഏറ്റവും കുറഞ്ഞ ടെൻഡർ അംഗീകരിക്കുന്നു. 5% മുകളിൽ ക്വാട്ട് ചെയ്ത പ്രവൃത്തികളിൽ നെഗോസിയേഷൻ നടത്തി എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നു. അജണ്ട 5 ടെൻഡർ നടപടിക്രമങ്ങൾ അംഗീകരിക്കുകയാണ്. അജണ്ട 6 10% റീറ്റെയിൽ എമൗണ്ട്. റീപേയ്മെന്റ് ഇവിടെ അംഗീകരിക്കുന്നു. കൗൺസിൽ നടപടിക്രമങ്ങൾ ഇവിടെ കഴിഞ്ഞതായി അറിയിക്കും.
കൗൺസിൽ യോഗത്തിൽ നമുക്കറിയാം ചേലോറയിലെ ലെഗസി വേസ്റ്റ് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അജണ്ട ലിഫ്റ്റ് ചെയ്യുകയാണ് അന്ന് കോർപ്പറേഷൻ അധികൃതർ ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത്. അന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. AG ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതടക്കം ഏതാണ്ട് 2 കോടിയോളം, കൃത്യമായി പറഞ്ഞാൽ 1.77 കോടി രൂപയുടെ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, വെട്ടിച്ചിരിക്കുന്നത് എന്ന കൃത്യമായ രേഖകളടക്കം അന്ന് നോട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഈ വിഷയം നമ്മളന്ന് കൗൺസിൽ യോഗത്തിനകത്ത് ഉന്നയിച്ചതാണ്. പക്ഷേ ഇന്ന് ഈ അടിയന്തര കൗൺസിൽ യോഗം നടക്കുന്ന ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പോലും ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായിട്ടില്ല. കണ്ണൂരിലെ ജനങ്ങളുടെ മുമ്പാകെ ഈ വിഷയത്തിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ UDF ഭരണ നേതൃത്വത്തിനുണ്ട്. അവിടെ മാത്രമല്ല, പയ്യാമ്പലം ശ്മശാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശ്ചയിച്ച അനുസരിച്ച് കളക്ടർ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് വാതക ശ്മശാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. തുരുമ്പ് പിടിച്ച് ദ്രവിക്കുകയാണ് അതിൻ്റെ ഉപകരണങ്ങൾ എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ കഴിയാത്ത രൂപത്തിൽ മാലിന്യമുക്തമാക്കും കേരളം എന്ന ക്യാമ്പയിനുമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ മലിനജലം ഒഴുകി മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് കോർപ്പറേഷൻ അധികൃതർ. പഠനപ്പാലത്ത് സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരുന്നതോടെ പഠനത്തോട് പൂർണ്ണമായി വൃത്തിയാകുമെന്ന ഉറപ്പ് നൽകിയതാണ്. എന്താ ഇന്ന് അതിൻ്റെ അവസ്ഥ? സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പ്രവർത്തനമടക്കം ശരിയായ രൂപത്തിൽ നടക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കറുത്ത് വികൃതമായ ജലമാണ്, വൃത്തികെട്ട ജലമാണ് പഠനത്തോടിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന, എല്ലാ അർത്ഥത്തിലും ഭരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ട ഈ UDFൻ്റെ ഭരണ നേതൃത്വത്തെ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അവർ രാജിവെച്ചു പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് കൗൺസിൽ നടപടികൾ ഞങ്ങൾ ഇന്ന് ബഹിഷ്കരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ അജണ്ട കഴിഞ്ഞ തവണ ലിഫ്റ്റ് ചെയ്തത് എന്നാണ്. അതിലുണ്ടായിരുന്നത് നിയമ നടപടി, അതിൽ അവസാന നോട്ടിലുണ്ടായിരുന്നത് ബന്ധപ്പെട്ട കമ്പനിക്കെതിരെ നിയമ നടപടി നിർദ്ദേശിക്കാമെന്ന നിർദ്ദേശമാണ് കുറിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നതിനെ ആരോ ഭയക്കുന്നുണ്ട്. ഇവർക്ക് പിന്തുണയായിട്ട് ഏതോ ചില ഗൂഢസംഘങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുൻ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അക്കാര്യത്തിൽ മറുപടി പറയാൻ ഉത്തരവാദിത്വമുണ്ട്. 3 കമ്പനികളുടെ ഒരു കൺസോർഷ്യമാണ്. ആ കൺസോർഷ്യത്തിനകത്ത് മറ്റ് 2 കമ്പനികളും പറയുന്നത് അവർക്ക് ഒരു പേയ്മെൻറ്റും ലഭിച്ചിട്ടില്ല എന്നാണ്. ഒരു കമ്പനിക്ക് മാത്രമാണ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കരാറിൻ്റെ സമയം മുതൽക്ക് തന്നെ വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ അവിടെ സന്ദർശിച്ച് നമ്മളന്ന് ഈ മാലിന്യ നീക്കത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് മഴ തുടങ്ങുന്നതിന് മുമ്പ്, കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പരിസരവാസികൾക്ക് വലിയ പ്രയാസമാവും. അവിടെ നിന്നുള്ള മലിനജലം ഒഴുകി എത്തും. അത് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് പരിഹരിക്കുന്നുള്ള ഉറപ്പാണ് നൽകിയത്. പക്ഷേ ഈ 1 വർഷമായിട്ട് 1 ഇഞ്ച് പോലും അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇല്ല, നടപ്പിലായിട്ടില്ല. അതുകൊണ്ടാണ് അജണ്ട ലിഫ്റ്റ് ചെയ്തതെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ആ കമ്പനിക്കെതിരെ നീങ്ങാൻ ഇവിടെ ആളുകൾ ഭയപ്പെടുകയാണ്, കോർപ്പറേഷൻ അധികൃതർ ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെടുന്നതിന് കാരണം അനധികൃതമായി അവർക്ക് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ പണവും കൊടുക്കുന്ന നിലയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ 2 കോടിയോളം രൂപ, 1.77 കോടി അധികമായിട്ട് ആ കമ്പനി കൈപ്പറ്റി എന്ന് പറയുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കാരണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. നാട്ടുകാരും പരിസരവാസികളൊക്കെ അവിടെ ചേർന്ന് കോടതിയെയും വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തെ സമീപിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്.